വനിതാ സംവരണം നടപ്പിലാക്കുന്നതിന്റെ ക്രെഡിറ്റ് സർക്കാരിന് വേണ്ട എന്ന് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി. ക്രെഡിറ്റിനുള്ള ബ്ലാങ്ക് ചെക്ക് പ്രതിപക്ഷത്തിന് നൽകുന്നുവെന്ന് മോദിയുടെ പരിഹാസം. ബില്ല് പരാജയപ്പെടുമെന്ന് ഉറപ്പായിരിക്കെ വലിയ രാഷ്ട്രീയ നീക്കമാണ് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. നാളെ വൈകിട്ട് 4 മണിക്കാണ് ബില്ലിൽ വോട്ടെടുപ്പ്. हमें क्रेडिट नहीं चाहिए, सामने से क्रेडिट का ब्लैंक चेक आपको दे रहा हूं. अगर विरोध करेंगे तो स्वाभाविक है कि राजनीतिक लाभ मुझे होगा. ഇതായിരുന്നു പ്രതിപക്ഷ എതിർപ്പിന് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി. പരിഹസിച്ചും ആക്രമിച്ചും പൊട്ടിച്ചിരിച്ചുമൊക്കെയായിരുന്നു മോദിയുടെ പ്രസംഗമെങ്കിലും വനിതാ സംവരണത്തിനായി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് കടക്കില്ലെന്ന് ഉറപ്പാണ്. ബില്ല് പാസാകാൻ വേണ്ട 360 എന്ന 2/3 ഭൂരിപക്ഷത്തിലേക്കെത്താൻ 67 അംഗങ്ങളുടെ കുറവ് കേന്ദ്ര സർക്കാരിനുണ്ട്. ബില്ലിനെതിരെ പ്രതിപക്ഷം യോജിച്ചു നിൽക്കുകയാണ്. വലിയ നാടകീയ കാഴ്ചകൾക്കാണ് സാധ്യത. പശ്ചിമബംഗാളും തമിഴ്നാടും പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കെ ബില്ല് പരാജയപ്പെടുന്നത് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുക തന്നെയാണ് BJPയുടെ ലക്ഷ്യം. 280 വനിതാ അംഗങ്ങൾ ലോക്സഭയിലെത്തുന്നത് പ്രതിപക്ഷം തടഞ്ഞെന്ന പ്രചരണം ശക്തമാക്കും. ആ രാഷ്ട്രീയ അജണ്ട മാത്രമാണ് പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രതിപക്ഷം തിരിച്ചടിക്കുന്നു. റിപ്പോർട്ടർ, ദില്ലി.